എല്ലാവർക്കും +2 എക്കണോമിക്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായിട്ടുള്ള ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന് പറയുന്ന രസകരമായ ചാപ്റ്ററിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ. നിങ്ങൾ ശ്രദ്ധിക്കണം. മൈക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററും മാക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചോദ്യവും ഈ രണ്ട് ചാപ്റ്ററുകളിൽ നിന്നായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് GDP റിഫ്ലേച്ചർ എന്ന് പറയുന്നത്, ഡിഫ്ലേച്ചർ എന്ന് പറയുന്നൊരു വിഷയം. അപ്പോൾ GDP റിഫ്ലേച്ചർ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. GDP ഡിഫ്ലേച്ചർ ഈക്വൽ ടു GDP ഡിവൈഡ് ബൈ GDP ഇൻറ്റു 100. അപ്പോൾ എന്തുകൊണ്ടാണ് 2 GDP വന്നത്? അപ്പോൾ അത് രണ്ടുമാണ്. ഈ GDP ഡിഫ്ലേച്ചർ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ആദ്യം രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ക്യാപിറ്റൽ ലെറ്റർ GDP എന്ന് പറയുന്നത് നോമിനൽ GDP ആണ്. ഓക്കെ, എന്താണ് നോമിനൽ GDP എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയാം. സ്മോൾ ലെറ്റർ GDP എന്ന് പറയുന്നത് റിയൽ GDP ആണ്. ഓക്കെ, നോമിനൽ GDPയും റിയൽ GDPയും. ഓക്കെ, അപ്പോൾ ഈ നോമിനൽ GDPയും റിയൽ GDPയും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നു കഴിഞ്ഞാലാണ് GDP റിഫ്ലേച്ചർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നോമിനൽ GDP എന്ന് പറയുന്നത് ഓരോ വർഷത്തിലെയും GDP ആ വർഷത്തിൻ്റെ വിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്കിൽ അതിനെയാണെന്ന് പറയാം നോമിനൽ GDP എന്ന് പറയാം. ഒന്നുകൂടി പറയാം, ഓരോ വർഷത്തിലെയും GDP മനസ്സിലാക്കുന്നത് ആ വർഷത്തിലെ പ്രൈസിനെ കണക്കാക്കിയിട്ടാണ് എങ്കിൽ അതിനെയാണെന്ന് പറയുക നോമിനൽ GDP എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 2025, ആ 2025 ദേശീയ വരുമാനം കണക്കാക്കുന്നത് 2025 പ്രൈസിനെ കണക്കാക്കിയിട്ടാണ് എങ്കിൽ അതിനെയാണ് എന്ത് ചെയ്യുക നോമിനൽ GDP എന്ന് പറയുന്നത്. 2025 അരിയുടെ വില 40 രൂപയാണ് എങ്കിൽ ആ 2025 ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഈ അരിയുടെ 40 രൂപയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതെങ്കിൽ അതിനാണെന്ന് പറയുക നോമിനൽ GDP എന്ന് പറയുക. എന്നാൽ റിയൽ GDP എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ GDP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിലെ മുമ്പത്തെ വർഷത്തിലെ പ്രൈസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് GDP കാണുന്നതെങ്കിൽ അതിനെയാണെന്ന് പറയുക റിയൽ GDP എന്ന് പറയാം. ഓക്കെ, ഉദാഹരണത്തിന് 2023 അല്ലേ, 2023 ഒരു സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് 15 രൂപയാണ്. അരിയുടെ വില 15 രൂപയാണ് നിങ്ങൾ സങ്കല്പിക്കുക. എന്നാൽ നമ്മോട് കാണുന്നത് 2025 ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നമ്മോട് പറയാണ് 2023 പ്രൈസിനെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ അതിനാണ് റിയൽ GDP. അപ്പോൾ 2025 ദേശീയ വരുമാനം കണക്കാക്കുന്ന സമയത്ത് GDP കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? 2023 പ്രൈസിനെ ആധാരമാക്കിയിട്ടാണ് GDP കാണുന്നതെങ്കിൽ അതിനെയാണെന്ന് പറയാം റിയൽ GDP എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നോമിനൽ GDP റിയൽ GDP എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി പറയാൻ പോകുന്നത് GDP റിഫ്ലേച്ചർ. ഒരു രാജ്യത്തിലെ മുമ്പത്തെ പ്രൈസും ഇപ്പോഴത്തെ പ്രൈസും തമ്മിലുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് GDP റിഫ്ലേച്ചർ എന്ന് പറയുന്നത്. ഒന്നുകൂടിയും പറയാം, നോമിനൽ GDPയും റിയൽ GDP. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രൈസും മുമ്പത്തെ പ്രൈസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളിന് പറയുന്ന പേരാണ് GDP റിഫ്ലേച്ചർ എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ കാണാനുള്ളത് നോമിനൽ GDP ഡിവൈഡ് ബൈ റിയൽ GDP ഇൻറ്റു 100 എന്നാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 2001-2002 വർഷത്തിലെ നോമിനൽ GDP എന്ന് പറയുന്നത് എത്രയാണ്? 1650 എന്നാൽ റിയൽ GDP എന്ന് പറയുന്നത് എത്രയാണ്? 1100 അങ്ങനെയാണെങ്കിൽ GDP റിഫ്ലേച്ചർ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാക്കാനില്ല. GDP റിഫ്ലേച്ചർ നോമിനൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? GDP റിഫ്ലേച്ചർ ഈക്വൽ ടു നോമിനൽ GDP എത്ര തന്നിട്ടുള്ളത്? 1650 ഡിവൈഡഡ് ബൈ റിയൽ GDP എന്ന് പറയുന്നത് 1100 ഇൻറ്റു 100 ഈക്വൽ ടു 150.
ഇങ്ങനെയാണ് ജി ഡി പി റിഫ്ലേച്ചർ കാണുന്നത്. അപ്പോൾ ജി ഡി പി റിഫ്ലേച്ചർ കാണാൻ വളരെ സുഖകരമാണ്. അപ്പോൾ അതിന് മനസ്സിലാക്കുക, ജി ഡി പി റിഫ്ലേച്ചറിൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കാനാണ് ചെറിയൊരു ടാസ്ക് ഉള്ളതെന്ന് നമ്മളൊന്ന് ആദ്യം ഓർത്ത് വെക്കുക. അപ്പോൾ ജി ഡി പി റിഫ്ലേച്ചർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ജി ഡി പി എന്ന് പറയുന്നത് നോമിനൽ ജി ഡി പി ആയും സ്മോൾ ലെറ്റർ ജി ഡി പി എന്ന് പറയുന്നത് റിയൽ ജി ഡി പി ആയിട്ട് സൂചിപ്പിക്കുന്നത്. ഇൻറ്റു 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ജി ഡി പി റിഫ്ലേച്ചർ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 150 ആണ് എങ്കിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, 100-ന് മുകളിലാണ് എങ്കിൽ, കിട്ടുന്ന ഉത്തരം 100-ന് മുകളിലാണ് എങ്കിൽ പ്രൈസ് ലെവൽ എന്ത് ചെയ്തു? പ്രൈസ് ലെവല് കൂടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 2001, 2002 വർഷക്കാലത്ത് എന്ത് ചെയ്തു? പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നേരെ തിരിച്ച് 100-ന് താഴെയാണ് എങ്കിൽ പ്രൈസ് ലെവൽ എന്ത് ചെയ്തു? കുറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയത് 99 ഉത്തരം കിട്ടിയത് എങ്കിൽ ആ 99 ഉത്തരം കിട്ടിയത് എന്ത് ചെയ്തു? 2001-നും 2002-നും തമ്മിലുള്ള വ്യത്യാസം, 2002-ലേക്ക് പ്രവേശിച്ചപ്പോൾ എന്ത് ചെയ്തു? പ്രൈസ് 2001-നേക്കാളും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം. നേരെ തിരിച്ച് ഇവിടുത്തെ സാഹചര്യത്തിൽ 2001, 2002-ലെ ജി ഡി പി റിഫ്ലേച്ചർ കണ്ടപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് കിട്ടിയ ഉത്തരം 150. അഥവാ 2001-ലുണ്ടായ പ്രൈസിനേക്കാളും 2002-ലുണ്ടായ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ജി ഡി പി റിഫ്ലേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്